പുതുതായി വരുന്ന വിവരം അമ്മ കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴോട്ട് ഇട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അമ്മ കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു എന്നുള്ള വിവരം നമുക്ക് അമ്മയുടെ മൊഴിയാണ് ഇപ്പോൾ വരുന്നത്. മൂഴിക്കുളം പാലത്തിന് താഴെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. മൂഴിക്കുളം പാലത്തിന് താഴേക്ക് കുഞ്ഞിനെ എറിഞ്ഞുവെന്ന് അമ്മ നൽകുന്ന മൊഴിയാണിപ്പോൾ പുറത്തു വരുന്നത്. ആ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അമ്മയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ പറഞ്ഞ മൊഴി കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു എന്നാണ്. ആ മൊഴിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. പാലത്തിന് താഴെ പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നു. കുഞ്ഞ് അവൾ സുരക്ഷിതയായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. മൂഴികുളം പാലത്തിന് താഴെ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത് മനസ്സിലാക്കുന്നു. പാലത്തിന് താഴേക്ക് കുഞ്ഞിനെ ഇട്ടെന്നാണ് അമ്മ മൊഴി നൽകിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അമ്മയുടെ മൊഴികളിൽ തുടക്കം മുതലേ വൈരുദ്ധ്യമുണ്ടായിരുന്നു. കുഞ്ഞിനെ ബസ്സിൽ വെച്ച് കാണാതായി എന്ന് പറയുന്നു. പക്ഷേ എവിടെ വെച്ച് എന്നുള്ള കാര്യത്തിൽ അവർ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ചെറിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്താണ് പോലീസ് പറയുന്നത്? അമ്മയുടെ മൊഴി എന്താണ്? ഭവ്യ, ഏറ്റവും അവസാനമായി ഭവ്യ സൂചിപ്പിച്ചത് പോലെ തന്നെ മൂഴിക്കുളത്തൊരു പാലത്തിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് താഴേക്ക് എറിഞ്ഞു എന്നാണ്, താഴേക്ക് ഉപേക്ഷിച്ചു എന്നാണ് അമ്മ പറയുന്നത്. അതുപ്രകാരം മൂഴിക്കുളം പാലത്തിലും നദിയിലും ഒക്കെ പോലീസ് തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. മൂഴിക്കുളം പാലത്തും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഏറ്റവും അവസാനം അമ്മ നൽകിയിരിക്കുന്ന മൊഴിയനുസരിച്ചിട്ട് മൂഴിക്കുളത്തെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നാണ് ആദ്യം അമ്മ പറഞ്ഞത്. അതിനുശേഷമാണ് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് അമ്മ പറഞ്ഞത്, ക്ലാരിറ്റി വരുത്തുന്നത്. അമ്മ പാലത്തിൽ നിന്ന് ഒരു താഴേക്കിടുകയായിരുന്നു എന്ന് പറഞ്ഞത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ അമ്മയുടെ മാനസികാവസ്ഥയ്ക്ക് കുറിച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ പോലീസിനാകുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ പോലീസ് അമ്മ പറയുന്നതനുസരിച്ച് അമ്മയുടെ മൊഴി എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ചെറിയ റിസ്ക് പോലും എടുക്കാൻ ഈ കാര്യത്തിൽ സമയം പോലും വേസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ചെറിയ റിസ്ക് എടുക്കാൻ പോലും സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പോൾ ആകെ ഈ ഒരു കാര്യത്തിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആള് അമ്മ മാത്രമാണ്. അതുകൊണ്ട് അമ്മയുടെ മൊഴി വിശ്വസിക്കുകയാണ്. അമ്മ ഇടയ്ക്കിടെ മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അമ്മയ്ക്ക് കുഞ്ഞിനെ ഉപേക്ഷിച്ചു, പാലത്തിൽ നിന്നും താഴേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം കൂടുതൽ മൂഴിക്കുളം ഭാഗത്തേക്ക് തന്നെയാണുള്ളത്. ആ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതുപോലെ തന്നെ കൊച്ചി സിറ്റിയിലെ ഏരിയയിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം KSRTC ബസ്സിലാണ് കുഞ്ഞിനെ കാണാതെ ആയതെന്നായിരുന്നു അമ്മ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അങ്ങനെയാണ്. ആലുവ ഭാഗത്ത് നിന്നാണ് കുഞ്ഞിനെ കാണാതായത്. തിരിച്ച് വീട്ടിൽ 7:30 എത്തുമ്പോൾ കുഞ്ഞൊപ്പം ഉണ്ടായിരുന്നില്ല. ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും കുഞ്ഞിനെ, അതായത് വീട്ടിൽ നിന്നും തിരുവാങ്കുളത്തേക്ക് ഓട്ടോയിൽ എത്തിച്ച ശേഷം അമ്മ കുഞ്ഞിനെ കൊണ്ട് ബസ്സിൽ കയറിപ്പോയി എന്നാണ് ഓട്ടോയിൽ എത്തിച്ച ഡ്രൈവറും പറയുന്നത്. അങ്ങനെയാണ്. അപ്പോ തിരുവാങ്കുളത്തു നിന്ന് അമ്മ കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ കയറി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പിന്നീട് അമ്മ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിലാണ് അത് ഈ പറഞ്ഞതുപോലെ അമ്മ തന്നെയാണ് പറയുന്നത് KSRTC ബസ്സിലാണ് വന്നത് എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് സർവീസ് നടത്തിയ ബസ്സുകളുടെ എല്ലാം ഡീറ്റെയിൽസും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത്തരം വഴികളിലൂടെ പോലീസിനെ മൊത്തത്തിൽ ഇങ്ങനെ കുഴയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കല്യാണി എന്ന് പറയുന്ന ഈ 3.5 വയസ്സുകാരിന്റെ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മയ്ക്ക് കൃത്യമായി വിവരം നൽകാൻ കഴിയുന്നില്ല, അമ്മ നൽകുന്ന വിവരത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ പോലും അമ്മ പറയുന്നതനുസരിച്ച് പോലീസും നാട്ടുകാരും ഒക്കെ ആ 3.5 വയസ്സുകാരിക്ക് വേണ്ടിയിട്ട് ഒന്നടങ്കം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ പാലത്തിൽ നിന്നും ഇട്ടു എന്ന് പറയുന്നതാണ് അമ്മയുടെ അവസാനത്തെ മൊഴി. അത് മൂഴിക്കുളം പാലത്തിൽ നിന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ സെർച്ചിങ്ങിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭവ്യ, മൂഴിക്കുളം പാലത്തിന് താഴെ പോലീസിന്റെ വ്യാപക പരിശോധന നടക്കുകയാണ്. ഈ കുറുമശ്ശേരിയിൽ നിന്ന് ബസ് ഇറങ്ങിയ ശേഷം കുട്ടി ഒപ്പമുണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും മൂഴിക്കുളം പാലത്തിന് സമീപം പോലീസ് തിരച്ചിൽ നടത്തുന്നു. അമ്മയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. പരസ്പര വിരുദ്ധമായിട്ടാണ് മൊഴി നൽകുന്നത്. അവസാന മൊഴി എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ ഈ പാലത്തിന് താഴേക്ക് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന മൊഴിയാണ് ഇപ്പോൾ പോലീസ് അവസാനമായി വിശ്വാസത്തിലെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുകയാണ്. പോലീസും നാട്ടുകാരും ചേർന്ന് കുഞ്ഞിന് വേണ്ടി പരിശോധന നടത്തുന്നു. അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചു, പാലത്തിന് താഴേക്കിട്ടു എന്നാണ് അമ്മയുടെ മൊഴി. ആ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോലീസ് പാലത്തിൽ പരിശോധന നടത്തുകയാണ്. പോലീസിനൊപ്പം നാട്ടുകാരും പരിശോധനയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വ്യാപകമായി കുഞ്ഞിന് വേണ്ടി തെരച്ചിലുണ്ട്. എന്തായാലും
മൂഴിക്കുളം പാലത്തിന് സമീപമാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. കുഞ്ഞിനെ അവിടെ നിന്ന് ലഭിച്ചാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ കേരളം മുഴുവൻ. ആ കുഞ്ഞ് സുരക്ഷിതയായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അവൾക്ക് ആപത്തൊന്നും സംഭവിക്കാതെ അവൾ സുരക്ഷിതയായിരിക്കട്ടെ. എന്തായാലും വളരെ പെട്ടെന്ന് കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. പരസ്പരമായ വിരുദ്ധമായ മൊഴികളാണ് പോലീസിനെ കുഴക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മ നൽകുന്ന വിവരത്തിൽ നിന്ന് മാത്രമേ കുഞ്ഞിലേക്ക് വളരെ പെട്ടെന്ന് പോലീസിന് എത്താൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ അവർ ഇങ്ങനെ മൊഴി മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ പോലീസ് കുഴങ്ങുകയാണ്. പക്ഷെ ഇപ്പോൾ അവസാനം ഈ പാലത്തിന് താഴോട്ടിട്ടു എന്ന് പറയുന്നതിൽ നിന്നാണ് അവിടെയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. കുഞ്ഞിനെ പാലത്തിൽ ഉപേക്ഷിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അമ്മ ഉപേക്ഷിക്കാനുള്ള കാരണം എന്തായിരുന്നു, എന്താണ് ഇതിന് പിന്നിലെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യം അതിനൊക്കെ പ്രധാനമായി കുഞ്ഞിനെ കണ്ടെത്തുക, അവൾ സുരക്ഷിതയായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും മൂഴിക്കുളം പാലത്തിന് സമീപം ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴേക്കിട്ടു എന്നാണ് അമ്മ അവസാനമായി പോലീസിന് മൊഴി നൽകിയത്. അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇത്രയും സമയം വൈകുന്നത് കുഞ്ഞിലേക്ക് എത്താൻ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മൂഴിക്കുളം പാലത്തിന് സമീപം ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ്. പോലീസും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തുകയാണ്. അമ്മയുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് കുഞ്ഞിലേക്ക് എത്താൻ സമയമെടുക്കുന്നത്. എന്തായാലും കുഞ്ഞ് സുരക്ഷിതയായി ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും. എന്തായാലും പോലീസ് വലിയ പരിശോധനയാണ് ആ ഭാഗത്ത് നടത്തുന്നത്. 3 വയസ്സുകാരിക്കായി, കല്യാണിക്കായി, ചെറിയ പെൺകുഞ്ഞിനായുള്ള തിരച്ചിൽ വ്യാപകമായി നടത്തുന്നു. ഇപ്പോൾ പോലീസിന്റെ പരിശോധന ആ പാലത്തിൽ, മൂഴിക്കുളം പാലത്തിലാണ്. ഉടൻ തന്നെ ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ലേ ആജ്ഞ? ആജ്ഞ കേൾക്കാമോ? ഭവ്യ, കൃത്യമായി പറഞ്ഞ കുഞ്ഞ് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ, അത് അമ്മ വീട്ടിൽ എത്തിയപ്പോൾ കുഞ്ഞിനെ കൂടെ ഇല്ലായിരുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെടുന്ന തരത്തിലായിരുന്നു അമ്മ ബിഹേവ് ചെയ്തത് എന്നാണ് അടുത്ത ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നത് അമ്മയായിരുന്നത് കൊണ്ട് അമ്മ എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഈ തെരച്ചിലിന് സഹായകരമായി എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. അമ്മ പറയുന്നതിൽ വൈരുദ്ധ്യതയുണ്ട്, അത് പോലീസിനും മനസ്സിലാവുന്നുണ്ട്. അമ്മയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അങ്ങനെയാണ്. ഇനി അങ്ങനെയാണോ അതോ അമ്മ അങ്ങനെ അഭിനയിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും അറിയാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആലുവായി പുഴയുടെ തീരത്തും അതുപോലെ മൂഴിക്കുളം പാലത്തിന്റെ സമീപത്തും ഒക്കെ അന്വേഷണം നടത്തുകയാണ്. ഈ കൊച്ചി റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന എല്ലാ സ്റ്റേഷനുകളിലും ഉള്ള ആളുകളൊക്കെ, പോലീസുകാർക്കുപരി നാട്ടുകാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലാണ്. കുഞ്ഞിനെ മറ്റ് ജില്ലകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൊച്ചി സിറ്റിയിലായാലും കൊച്ചിയിൽ മഴയുള്ളത് തെരച്ചിലിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ മഴയെ അവഗണിച്ചും നാട്ടുകാരും പോലീസും വീട്ടുകാരും ഒക്കെ കൂടി തന്നെ കുഞ്ഞിനെ തിരഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ആലുവയിൽ ഇത്തരം മോശം അനുഭവങ്ങൾ കുഞ്ഞിനെ കാണാതായത് മുതൽ ഉണ്ടായത്, അതിഥി തൊഴിലാളിയുടെ കുഞ്ഞിനെ കാണാതായത് മുതൽ തുടങ്ങിയ ആശങ്ക ഇപ്പോഴും ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ തന്നെയാണ് പോലീസ് അത് ഊർജിതമാക്കിയിട്ടുണ്ട്. നാടോട് ഒന്നടങ്കം പോലീസിനോടൊപ്പം കൂടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ കുഞ്ഞിനെ ഈ മൂഴിക്കുളം പാലത്തിൽ നിന്നും താഴേക്ക് എടുത്തിട്ടു എന്നുള്ളതാണ് അമ്മ ഏറ്റവും അവസാനം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോവുക. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ആ ഒരു മൊഴി അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതിന്റെ ഭാഗമായി പറഞ്ഞതായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും കുഞ്ഞിന് വേണ്ടിയുള്ള തെരച്ചിൽ, കല്യാണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. 3.5 വയസ്സ് ഉള്ള പെൺകുട്ടിയെ അംഗൻവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെ ബസ്സിൽ വെച്ച് കാണാതായി എന്ന് ആദ്യ അമ്മ പറയുന്നു. അതല്ല, ആലുവയിൽ എത്തിയപ്പോൾ കാണാതായി എന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൂഴിക്കുളത്ത് വെച്ചിട്ടാണ് പാലത്തിൽ വെച്ചിട്ട് ആദ്യം ഉപേക്ഷിച്ചു, കുഞ്ഞിനെ കളഞ്ഞു എന്ന് പറയുന്നു.